ഹലോ, എവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. 2023 PSC ചോദിച്ച 10th ലെവൽ ചോദ്യങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞു 1000-ലധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ വർക്കൗട്ട് സീരീസ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കമൻറ്റിൽ നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഇന്ന് രണ്ടാമത്തെ ഭാഗമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 25 ചോദ്യങ്ങളിൽ കേരള നവോത്ഥാന പ്രക്ഷോഭങ്ങൾ വരുന്നുണ്ട്, കേരള ചരിത്രം വരുന്നുണ്ട്, പിന്നെ എന്തും വരുന്നുണ്ട്, സുപ്രധാന നിയമങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കട്ട് ഓഫ്, ഇന്നത്തെ കുറച്ച് പാടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഇന്നലെ കട്ട് ഓഫ് 22 ആയിരുന്നു. ഓക്കെ, ഇന്നത്തെ കട്ട് ഓഫ് 20 മാർക്കേ ഉള്ളൂ. ഓക്കെ, അടിപൊളിയായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. കേട്ടാ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയും പറയാവുള്ളൂ. നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതിപ്പോഴും മൗലിക അവകാശമല്ലേ? അതിപ്പോഴും മൗലിക അവകാശമാണ്. അപ്പോൾ അതല്ല ആൻസർ. ഓപ്ഷൻ ബി, അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യവും ഇപ്പോഴും മൗലിക അവകാശമാണ്. ഈ പറയുന്ന സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതൊക്കെ നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ 19(1) പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇപ്പോഴും ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോഴും ആ കാര്യങ്ങൾ മൗലിക അവകാശം തന്നെയാണ്. അടുത്ത ഓപ്ഷൻ ഡി നോക്കിയേ. ഓപ്ഷൻ ഡി, സ്വത്തവകാശം. സ്വത്തവകാശം ഇപ്പം എന്തല്ല? മൗലിക അവകാശമല്ല. 1978 44-ാം ഭേദഗതി പ്രകാരം നീക്കം ചെയ്തത് സ്വത്തവകാശത്തെയാണ്. അപ്പോൾ ആൻസർ ഏത് വരും കുട്ടികളെ? സ്വത്തവകാശമാണ് ആൻസർ. സ്വത്തവകാശം ഇപ്പം മൗലിക അവകാശം അല്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താണത്? അതിപ്പോൾ നിയമാവകാശമാണ്. സ്വത്തവകാശം എന്താണ് കുട്ടികളെ? നിയമാവകാശമാണ് കേട്ടോ. അപ്പം നമുക്കറിയാം ആർട്ടിക്കിൾ 31, മുമ്പ് ആർട്ടിക്കിൾ 31 എന്ത് ഉൾപ്പെടുത്തിയിരുന്നത്? നമ്മുടെ സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ സ്വത്തവകാശത്തെ അവിടെ നിന്ന് മാറ്റി എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? ആർട്ടിക്കിൾ 300A കൊണ്ടുപോയി. ഈ ആർട്ടിക്കിൾ 300A എവിടെയാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നറിയോ? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 12-ലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം എത്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 12-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചാണ്, മുമ്പ് സ്വത്തവകാശം ഭാഗം 3 31 ആർട്ടിക്കിൾ 31 മുമ്പ് സ്വത്തവകാശം. എന്നാൽ ഇപ്പോൾ എത്രയിലാണ് കുട്ടികളെ? ഇപ്പം 300A ഭാഗം 12 300Aയിലാണ് ഇപ്പം സ്വത്തവകാശം. അപ്പം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എത്രാമത്തെയാണ്? 1978 44-ാം ഭേദഗതിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഈ ചോദ്യമൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആൻസർ? 32-ാം വകുപ്പ്. അതായത് ആർട്ടിക്കിൾ 32-നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആര് വിശേഷിപ്പിച്ചത്? ഭരണഘടനയുടെ ശില്പി കൂടിയായ അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഈ ആർട്ടിക്കിൾ 32 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 226 226 എന്താ പ്രത്യേകത? ആർട്ടിക്കിൾ 32 എന്തിനെക്കുറിച്ച് പറയുന്നത്? സുപ്രീം കോടതി റിട്ടുകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി റിട്ടുകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 32. ഓക്കെ, ആർട്ടിക്കിൾ 226 എന്ത് പറയുന്നത്? ഹൈക്കോടതി റിട്ടുകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഹൈക്കോടതി റിട്ടുകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 226. ഓക്കെ, എന്താണ് റിട്ട്? നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് റിട്ട്? റിട്ടിന് നിർവചനം എഴുതുക. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് എന്ത് പറയുന്നത്? റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും അല്ലാതെ മറ്റൊരു കോടതിക്കും നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ഓക്കെ, ശരി. അപ്പോൾ ആ ചോദ്യം നിങ്ങൾ പഠിച്ചു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത് 3-ാം ചോദ്യം നോക്കിയേ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് കുട്ടികളെ പാസ്സാക്കിയത്? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 എങ്കിൽ നമുക്ക് നോക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ 2005 തന്നെ പ്രധാനപ്പെട്ട 2 ഡേറ്റുകൾ പഠിച്ചോണം.
ഒന്നാമത്തെ ഡേറ്റ് ജൂൺ 15 ജൂൺ 15. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ തീയതിയാണ് ജൂൺ 15. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. എന്നാൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന തീയതി അത് 2005 ഒക്ടോബർ 12. എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും ഈ ഉത്തരങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്, എന്നാലും നിങ്ങൾ പഠിച്ചു വെച്ചോണം. പാസ്സായത് 2005 ജൂൺ 15 നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഓക്കെ, ആരാണ് വിവരാവകാശ നിയമം പാസ്സാകുമ്പോൾ അല്ലെങ്കിൽ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി? ആരുടെ രാഷ്ട്രപതി? 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാമാണ്. അപ്പം ഈ വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു രാഷ്ട്രപതി എന്നാൽ APJ അബ്ദുൽ കലാം ആയിരുന്നു രാഷ്ട്രപതി. ഓക്കെ ആണല്ലോ. രാഷ്ട്രപതിമാരെ കുറിച്ച് പഠിക്കാനുള്ളൊരു കോഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവർ കണ്ട് പഠിക്കുക. ഓക്കെ, ഞാനിതിൻ്റെ വീഡിയോയുടെ പ്രൊമോഷൻ ചെയ്യണില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഓക്കെ, അടുത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. പിന്നെ നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് ഏത് കുട്ടികളെ? വിവരാവകാശ നിയമം. ഏതാണ് വിവരാവകാശ നിയമം? പഠിച്ചോണം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. പിന്നെ സ്ഥിരമായി പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന ഏതാണ്? സംഘടന ആ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. ഈ സംഘടന പി എസ് സി ചോദിക്കും. അതുപോലെ തന്നെ ഈ സംഘടന ഏത് സംസ്ഥാനത്തു നിന്നും ചോദിക്കും. ഈ സംഘടന ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാനാണ് സംസ്ഥാനം. ഏതാണ് സംസ്ഥാനം? രാജസ്ഥാനാണ് സംസ്ഥാനം. ഓക്കെ, അതുപോലെ ഈ സംഘടന സ്ഥാപിച്ച വ്യക്തിയാണെന്ന് ചോദിക്കും. സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? അരുണ റോയ്. ആരാണ് കുട്ടികളെ? അരുണ റോയ് ആണ് സംഘടന സ്ഥാപിച്ചത്. അപ്പം ഈ പറയുന്ന വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന ഏത് സംഘടനയാണ്? MKSS. കേട്ടോ, അത് ചിലപ്പോൾ ഷോർട്ടായിട്ട് അങ്ങനെയും ചോദിക്കും. MKSS ഓപ്ഷനിൽ ചിലപ്പോൾ ഷോർട്ട് ഫോം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിൻ്റെ പൂർണ്ണരൂപമാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. ഓക്കെ, ഈ സംഘടന സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇതിൻ്റെ സ്ഥാപക ആരെന്നിട്ടാൽ അരുണ റോയ് ആണ്. ആരാണ്? അരുണ റോയ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ പറഞ്ഞേ, ഇപ്പോഴത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാ? ഇപ്പോഴത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. ആരാണ് കുട്ടികളെ? ഹീരാലാൽ സമരിയാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ. ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാ? ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ്. ആരാണ് കുട്ടികളെ? വിശ്വാസ് മേത്തയാണ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യവും നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കി. അടുത്ത ചോദ്യം ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ് അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓക്കെ, നോക്കിക്കോ. ഓപ്ഷൻ എ, മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരമുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ? ശിക്ഷാ നടപടി സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരമുണ്ടോ? ഇല്ല. അന്വേഷണം നടത്താനും വിചാരണ നടത്താനും വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉള്ള അധികാരമുണ്ട്, മനസ്സിലായ? പക്ഷെ ശിക്ഷാ നടപടികൾ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ശിക്ഷ കൽപ്പിക്കാനോ ആർക്ക് അധികാരമില്ല? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ അധികാരമില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്താണ്? തെറ്റാണ്. ഓക്കെ, അതായത് ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ അതും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളല്ലേ. നോക്കിയേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്ര. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ രംഗനാഥ മിശ്ര. റൈറ്റ് ആൻസർ. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ. അതായത് അന്വേഷണം നടത്താൻ അധികാരം ആർക്കുണ്ട്? കമ്മീഷനുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ശരിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഈ നിയമം എപ്പോഴാണ് നിലവിൽ നിന്ന് പഠിക്കണ്ടേ? 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഓക്കെ, ആ നിയമപ്രകാരം 1993 ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നത്? കമ്മീഷൻ നിലവിൽ വരുന്നത്. ഏത് കമ്മീഷൻ? ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം നിയമം ചോദിച്ചാൽ 93 സെപ്റ്റംബർ 28 നിയമം നിലവിൽ വന്നത്. എന്നാൽ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് കുട്ടികളെ? 93 ഒക്ടോബർ 12 പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ 2019 ഭേദഗതി പ്രകാരം കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയെന്നറിയോ? കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 6 ആണ്.
6 അതായത് 5 സ്ഥിരാംഗങ്ങളും ഒരു ചെയർമാനും ചേർന്നിട്ട് 6 അംഗങ്ങളുടെ എണ്ണം. ഓക്കെ, ശരി. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പ്രീവിയസ് ആയി ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു കമ്മീഷനായിക്കോട്ടെ, ഏതൊരു സംവിധാനമായിക്കോട്ടെ, കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ഉറപ്പായിട്ടും അത് എന്തായിരിക്കും? അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് സെക്രട്ടറി ജനറലാണ്. ഇപ്പോൾ ഇതിനൊരു പഞ്ചായത്തിലെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ തലവൻ ആരെന്നിട്ട് കഴിഞ്ഞാൽ അത് സെക്രട്ടറിയാണ്, പഞ്ചായത്ത് സെക്രട്ടറിയാണ്. മനസ്സിലായല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരൊക്കെ എന്താണ്? ജനപ്രതിനിധികളാണ്. ഓക്കെ, കാര്യനിർവഹണ വിഭാഗത്തിന് തലവനാണെന്ന് കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലോകസഭയുടെയും രാജ്യസഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണെന്ന് കഴിഞ്ഞാൽ ആരാണ്? അത് സെക്രട്ടറി ജനറലാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എഴുതി തന്നെ വെച്ചോണം, ചോദിക്കും. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ആരാണ് കുട്ടികളെ? സെക്രട്ടറി ജനറലാണ്. ആരാണ്? സെക്രട്ടറി ജനറലാണ്. ഓക്കെ, എങ്കിലും പറഞ്ഞേ, ഇപ്പോഴത്തെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? കഴിഞ്ഞ LDക്ക് 2 മാർക്ക് എന്ന സാധനമാണ്. കാരണം ഒരേ കാര്യം 2 തവണ എന്ത് ചെയ്തു? കഴിഞ്ഞ LD പരീക്ഷയ്ക്ക് PSC ചോദിച്ചു. ആ ചോദ്യമാണിത്. ഓക്കെ, ആരാണ്? അരുൺകുമാർ മിശ്രയാണ് ആൻസർ. അരുൺകുമാർ മിശ്രയാണ് ഓക്കെ ഇപ്പോഴത്തെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ. ഓക്കെ, ഇനി ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആരാ? ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ തലവൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ S മണികുമാറാണ്. ആരാണ് കുട്ടികളെ? S മണികുമാറാണ്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ പഠിച്ചു. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ തെറ്റായത് ഏതാ? നമ്മൾ മാർക്ക് ചെയ്തില്ലേ? ഇവിടുത്തെ തെറ്റായ പ്രസ്താവന അത് ഓപ്ഷൻ A ആണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, ദേശീയ പതാകയുടെ നമ്മൾ 2 ദിവസമായില്ലേ ക്ലാസ് ഇട്ടിട്ടുള്ളത്? 2 ദിവസമായിട്ടുള്ളൂ ആ ക്ലാസ് ഇട്ടിട്ട്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? പഠിപ്പിച്ച ക്വസ്റ്റ്യനാണ്. 1947 ജൂലൈ 22. 1947 ജൂലൈ 22 അത് അംഗീകരിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിപ്പിച്ചായിരുന്നു. ആരാ ഡിസൈൻ കൊടുത്തത്? പിംഗലി വെങ്കയ്യാണ് ഡിസൈൻ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം PSC ചോദിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശാണ്. അത് നമ്മുടെ ലാസ്റ്റായിട്ട് വന്ന LGS ക്ലാസ്സിൽ കിടപ്പുണ്ട് ഈ സാധനം. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് പഴശ്ശിരാജ. ആണ് കുട്ടികളെ? കേരളവർമ്മ പഴശ്ശിരാജന് ആൻസർ. കേരളവർമ്മ പഴശ്ശിരാജന് ആൻസർ. ഓക്കെ, ഈ കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് രാജവംശം? കോട്ടയം രാജവംശമുണ്ട്. അപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജവംശമാണ്? കോട്ടയം രാജവംശമാണ്. ഓക്കെ, ഇദ്ദേഹത്തെയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. പഴശ്ശിരാജ എന്തെന്നറിയപ്പെടുന്നു? കേരള സിംഹം എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പം നമുക്ക് ചോദിക്കും, ഇദ്ദേഹത്തെ ആരാണ് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? ഇദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കറാണ് ഇദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത് ആര് തന്നെയാണ്? സർദാർ KM പണിക്കർ തന്നെയാണ് കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായേ? ഓക്കെ, ഒന്ന് പറഞ്ഞേ, ഈ പഴശ്ശി സ്മാരകം എവിടെയാണ്? പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. എവിടെ പിള്ളേരെ? മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓർത്താൽ മതി, പഴശ്ശി മണ്ണിലലിഞ്ഞ് കിടക്കുന്നത് മാനന്തവാടി. മനസ്സിലായില്ലേ? പഴശ്ശി മണ്ണിലലിഞ്ഞ് കിടക്കുന്നത്, സ്മാരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലലിഞ്ഞ് കിടക്കുക എന്ന് ഓർക്കുക. മണ്ണിലലിഞ്ഞ് കിടക്കുന്നത് മാനന്തവാടി. ഓക്കെ, അത് കിട്ടും, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അതുപോലെ പഴശ്ശി ഡാം എവിടെയാണ്? പഴശ്ശി ഡാം കണ്ണൂരാണ്. പഴശ്ശി ഡാം എവിടെയാണ് കുട്ടികളെ? കണ്ണൂർ വളപട്ടണം പുഴയിലാണ്. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, പഴശ്ശി ഡാം കാണാൻ പോകാം. പഴശ്ശി ഡാം കാണാൻ പോകാം. ഒന്ന് രണ്ട് പറഞ്ഞാൽ മതി, പഴശ്ശി ഡാം കാണാൻ പോകാം. അപ്പോൾ പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂരാണ്. ഓക്കെ, അതുപോലെ പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. എവിടെ കുട്ടികളെ? കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം. ഓക്കെ, അതുപോലെ പഴശ്ശി ഗുഹ എവിടെയാണ്? പഴശ്ശി ഗുഹ ഈ മല തുറന്നല്ലേ ഗുഹ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പഴശ്ശി ഗുഹ എവിടെയാണ് കുട്ടികളെ? മലപ്പുറത്താണ് പഴശ്ശി ഗുഹ. ഓക്കെ, അതുപോലെ പഴശ്ശി കോളേജ് എവിടെയൊക്കെ ഉണ്ട്? പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാടിലുമുണ്ട്. അതുപോലെ മട്ടന്നൂർ കണ്ണൂരിലുമുണ്ട്. പഴശ്ശി കോളേജ് എവിടെയൊക്കെ ഉണ്ട്? പുൽപ്പള്ളി വയനാടിലുമുണ്ട്, മട്ടന്നൂർ കണ്ണൂരിലുമുണ്ട്. അപ്പോൾ പഠിച്ചേ, പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂർ. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? മ്യൂസിയം കോഴിക്കോട് കേട്ടോ, കോഴിക്കോടാണ്. പഴശ്ശി ഗുഹ എവിടെയാണ്? പഴശ്ശി ഗുഹ മലപ്പുറത്താണ്. പഴശ്ശി കോളേജ് പുൽപ്പള്ളിയിലുമുണ്ട്, മട്ടന്നൂരുമുണ്ട്. മട്ടന്നൂർ എന്നുള്ളൊരു MLA കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ MLA ആരാണ്? MLA
നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഇത് ഫുള്ള് കാണുന്നുണ്ടോ എനിക്ക് അറിയണമല്ലോ. ഒന്ന് കമൻറ്റ് ചെയ്തേ ആരാണ് MLA എന്ന് കമൻറ്റ് ചെയ്ത്. ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാർ, അതായത് ഈ ഭാഗം വരെ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഒന്ന് കമൻറ്റ് ചെയ്തേ ആ മട്ടന്നൂർ എന്നുള്ള MLA ആയിരുന്നു കമൻറ്റ് ചെയ്തേ. ഓക്കെ, ശരി. ഓക്കെ, അടുത്ത ചോദ്യം കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഓപ്ഷൻ സി ലോഗൻ കമ്മീഷൻ. ഏത് കമ്മീഷൻ കുട്ടികളെ? ഓപ്ഷൻ സി ലോഗൻ കമ്മീഷനാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും, മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ TL സ്ട്രേഞ്ച് കമ്മീഷനാണ്. ഏതാണ്? TL സ്ട്രേഞ്ച് കമ്മീഷനാണ്. ഏത്? TL സ്ട്രേഞ്ച് കമ്മീഷനാണ് ഏത്? മലബാർ കലാപം അന്വേഷിച്ചത്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചോണം, മലബാർ കലാപം സ്ട്രേഞ്ച് ആയൊരു സംഭവമായിരുന്നു. ഓക്കെ, ശരി. അടുത്ത് വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതാ? വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷൻ. ഏതാണ്? AR നേപ്പ് കമ്മീഷൻ. ഓക്കെ, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പറയണതാണ് കേട്ടോ. ഈ ഇത്രയും വലിയ ദുരന്തത്തെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്തിനും പറയണം, നമ്മളിപ്പം നമ്മളെ ചതിച്ച് പറ്റിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, തേപ്പ് എന്ന് പറയാറുണ്ടല്ലേ. ഓക്കെ, അപ്പം വാഗൺ ട്രാജഡിയിൽ പാവപ്പെട്ട കുറേ ആൾക്കാരെ ഇങ്ങനെ തേപ്പ് കൊടുത്തല്ലേ, അതായത് പറ്റിച്ചല്ലേ അവർ ഇങ്ങനെ കുത്തി നിറച്ച് കൊണ്ടുപോയത്. അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം പറയുന്നേ ഉള്ളൂ കേട്ടോ. ആ സംഭവത്തിൽ ജീവൻ ബലിയർപ്പിച്ചതെല്ലാം പാവപ്പെട്ട ഒരുപാട് ദേശസ്നേഹികളാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ അത് ഓർത്ത് വെച്ചോണേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മലബാർ കലാപം സ്ട്രേഞ്ച് കമ്മീഷൻ ഏതാണ്? TL സ്ട്രേഞ്ച് കമ്മീഷൻ. അതുപോലെ വാഗൺ ട്രാജഡി AR നേപ്പ് കമ്മീഷൻ. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മളെ പാവപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ നമുക്ക് തേപ്പ് തന്നൊരു പരിപാടിയായിരുന്നു വാഗൺ ട്രാജഡി എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ചത് ആരാണ്? അത് ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപം ലോഗൻ കമ്മീഷൻ, മലബാർ കലാപം സ്ട്രേഞ്ച് കമ്മീഷൻ, പിന്നെ ലാസ്റ്റ് പറഞ്ഞതാ ഈ വാഗൺ ട്രാജഡി നേപ്പ് കമ്മീഷൻ. ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, തഴുസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓക്കെ, തഴുസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരെന്നാണ് ചോദ്യം. ഈ ചോദ്യം എവിടെ നിന്ന് വന്നിരിക്കുന്നത്? SCERT തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, SCERTയിൽ നമ്മുടെ കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് എഴുതുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണിത്. തഴുസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ A അയ്യനടികൾ തിരുവടികൾ. ആരാണ്? അയ്യനടികൾ തിരുവടികളാണ് എഴുതി തയ്യാറാക്കിയത്. ഇത് അധികം ആർക്കും കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇത് ഏത് വർഷം എന്നിട്ടാൽ CE 849. CE എന്ന് വെച്ചാൽ കോമൺ എറ. ഇപ്പോഴുള്ളത് CE ആണ്. ഇപ്പം നമ്മുടെ ഇത് ഏത് വർഷം എന്ന് വെച്ചാൽ CE കോമൺ എറ 2024. അപ്പോൾ CE 849 തഴുസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയത്. ഇനി ഏത് രാജാവിൻ്റെ കാലത്താണ് തഴുസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയെന്ന് കേട്ട് കഴിഞ്ഞാൽ അറിയോ? സ്ഥാണു രവിവർമ്മൻ. ആരാണ്? സ്ഥാണു രവിവർമ്മൻ. ആരാണ് കുട്ടികളെ? സ്ഥാണു രവിവർമ്മനാണ് ആ രാജാവ്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ എടുത്ത് പഠിച്ചോണം. ചോദ്യങ്ങൾ 2 വന്നിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് 2 ചോദ്യം വന്നിട്ടുണ്ട്. കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ എന്ന ചാപ്റ്റർ. ഓക്കെ, അടുത്ത് വട്ടെഴുത്ത്. നമുക്കറിയാം പണ്ട് കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഒരു ലിപി സമ്പ്രദായമാണ് വട്ടെഴുത്ത്. വട്ടെഴുത്തിൽ എഴുതിയ പ്രധാനപ്പെട്ട ലിഖിതങ്ങൾക്ക് ഉദാഹരണമാണ് 1 തഴുസാപ്പള്ളി ലിഖിതവും 2 തിരുനെല്ലി ലിഖിതവും. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം, ചോദിക്കും. വട്ടെഴുത്തിലെഴുതിയ പ്രധാനപ്പെട്ട ലിഖിതങ്ങൾക്ക് ഉദാഹരണമാണ് തഴുസാപ്പള്ളി ലിഖിതവും തിരുനെല്ലി ലിഖിതവും. ഏതാണ്? തഴുസാപ്പള്ളി ലിഖിതവും തിരുനെല്ലി ലിഖിതവും. ഓക്കെ, അത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന കാര്യമാണ്. ഏതാ പിള്ളേരെ? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം ഏത് വർഷമാണ്? 1936 നവംബർ 12. 1936 നവംബർ 12 എന്ത് നടന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഓക്കെ, ഈ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്നറിയോ? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അത് പുറപ്പെടുവിച്ചത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ 25ാം പിറന്നാളിനാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഇത് പുറപ്പെടുവിച്ചത്. 25 വയസ്സുള്ളപ്പോഴാണ്, 25 വയസ്സ് പൂർത്തിയാകുന്ന അതേ ദിവസം തന്നെയാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം ഇത് പുറപ്പെടുവിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് ചോദിക്കാം, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആരാണ്? അത് മഹാകവി ഉള്ളൂരാണ് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി.
ഓക്കെ. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നും ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നും ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവമാണ് ഏത്? ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ. അപ്പോൾ 1936 നവംബർ 12 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിക്കുന്നു. എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ഓക്കെ. അടുത്ത് കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നും അതുപോലെ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നും ഇതറിയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ കുട്ടികളെ? ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ആരടാ പറഞ്ഞേ? തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ്. ഓപ്ഷൻ ബി, റാണി ഗൗരി പാർവതിഭായ് ആണ്. 1815 മുതൽ 1829 വരെ എഴുതി തന്നെ പഠിക്കണം അറിയാത്ത കുട്ടികൾ. 1815 മുതൽ 1829 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ്. ഓക്കെ. മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി, അതായത് റീജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി ആണ്. ഓക്കെ. അതായത് റാണി സേതുലക്ഷ്മിബായി ഗർഭിണിയായത് സ്വാതി തിരുനാളിനെയാണ്. ഓക്കെ. സ്വാതി തിരുനാളിൻ്റെ അമ്മയാണ് റാണി സേതുലക്ഷ്മിബായി. ഓക്കെ, റാണി സേതുലക്ഷ്മിബായി. അപ്പം സ്വാതി തിരുനാളിലെ അടുത്ത ഭരണാധികാരി. അപ്പം ഭരണാധികാരി ഉണ്ട്. അപ്പോൾ ഭരണാധികാരി ഉണ്ടായിരുന്നിട്ടും ഭരണാധികാരിക്ക് പകരം ഭരണം നടത്തുന്ന ആളാണ് നമ്മൾ റീജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റീജന്റ് ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണി സേതുലക്ഷ്മിബായും. എന്നാൽ മുഴുവൻ സമയ റീജന്റ് ഇവർ 1815 മുതൽ 29 വരെ ഭരണാധികാരി ആയിരുന്നെങ്കിലും അത് റീജന്റ് ഭരണാധികാരി ആയിരുന്നു. ഓക്കെ. അപ്പോൾ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ്. ഓക്കെ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആരാണ്? റാണി ഗൗരി പാർവതിഭായ് ആണ്. അതുപോലെ വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചതും ആരാണ്? റാണി ഗൗരി പാർവതിഭായ് ആണ്. 1821 അത് പ്രീവിയസ് ചോദ്യമാണ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിക്കുമ്പോൾ 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിക്കുമ്പോൾ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഓക്കെ. അടുത്ത്, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാ? രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. ഓപ്ഷൻ എ, ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. 1847 ജൂൺ മാസം 1847 ജൂൺ മാസമാണ് രാജ്യസമാചാരം എന്ന പത്രം പുറത്തിറങ്ങുന്നത്. തലശ്ശേരി ഇല്ലിക്കുന്നിൽ നിന്നാണ് രാജ്യസമാചാരം പുറത്തിറങ്ങിയത്. ഓക്കെ. ഈ രാജ്യസമാചാരത്തിൻ്റെ ആദ്യത്തെ പത്രാധിപരാണ് ജോർജ് ഫെഡറിക് മുള്ളർ. ആരാണ്? ജോർജ് ഫെഡറിക് മുള്ളർ. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ച ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ഈ രാജ്യസമാചാരം പത്രം പുറത്തിറങ്ങുന്നത് ഏത് വർഷമാണ്? 1847 ജൂൺ മാസം. അത് എവിടെ നിന്നാണ് പുറത്തിറങ്ങുന്നത്? അത് തലശ്ശേരി ഇല്ലിക്കുന്നിൽ നിന്നാണ് പുറത്തിറങ്ങുന്നത്. ഓക്കെ, ശരി. അടുത്ത് 37ാമത്തെ ചോദ്യം, തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. ഏതാണ് കുട്ടികളെ? പുന്നപ്ര വയലാർ സമരമാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. ഓക്കെ. 1946 ആലപ്പുഴയിൽ നടന്ന സമരമാണ് ഏത്? തുലാം 10 സമരം അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമരം. CP രാമസ്വാമി അയ്യർ, അതായത് തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർക്കെതിരെയായിരുന്നു ഈ സമരം. അതായത് CP രാമസ്വാമി അയ്യർ നമ്മുടെ തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെയായിരുന്നു ഈ പറയുന്ന പുന്നപ്ര വയലാർ സമരം. ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു മുദ്രാവാക്യവും ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യം ഇങ്ങനെയാണ്: അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം കേരളത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടികളെ? അത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം SCRT തന്നെ പറയുന്നുണ്ട്. ഇത് SCRT ചോദ്യമാണ്, ഈ പറയുന്ന തുലാം 10 സമരം. ഓക്കെ. ആ ചോദ്യം ഇങ്ങനെയാണ്: പുന്നപ്ര വയലാർ സമരത്തോടനുബന്ധിച്ച് പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത് പശ്ചാത്തലമാക്കി ഉലക്ക എന്ന നോവൽ എഴുതിയതാരാണ്? ഉലക്ക എന്ന നോവൽ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് എഴുതിയത് P. കേശവദേവാണ്. ആരാണ് കുട്ടികളെ? P. കേശവദേവാണ്. ഓക്കെ, ശരി. അടുത്ത നമുക്ക് 38ാം ചോദ്യം നോക്കാം. പ്രധാന ചോദ്യം, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏതാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടിയാണ് ഓപ്ഷൻ ബി, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏതുടമ്പടിയാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓക്കെ. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ആരൊക്കെ ഒപ്പുവെച്ചെന്നറിയോ? ആരൊക്കെയാ?
മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസും, ആരൊക്കെയാണ്? മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഗവർണർ ജനറലായ കോൺവാലിസും ചേർന്നിട്ടാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പോൾ അവിടെ വേറെ ചോദ്യം കൂടെ ഉണ്ട്. എത്രാമത്തെ മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്? എത്രാമത്തെയാണ്? മൂന്നാമത്തെ മൈസൂർ യുദ്ധത്തിന് ശേഷമാണ്. അപ്പോൾ മൂന്നാമത്തെ മൈസൂർ യുദ്ധത്തിന് ശേഷം 1792 ടിപ്പു സുൽത്താനും കോൺവാലിസ് പ്രഭു, നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കോൺവാലിസ്, ആ കോൺവാലിസ് പ്രഭുവും കൂടെ ഒപ്പുവെച്ചതാണ് ഏത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത് 39ാം ചോദ്യം. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാ കുട്ടികളെ? അത് VT ഭട്ടതിരിപ്പാടാണ്. കുട്ടികളെ VT ഭട്ടതിരിപ്പാടാണ് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇത്തിരി പാടുണ്ടല്ലേ, കുറച്ച് വർഷങ്ങളൊക്കെ കയറി വരുന്നുണ്ടല്ലേ. നിങ്ങൾ നിർത്തി കേട്ട് പഠിച്ച് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ്? അതും VT ഭട്ടതിരിപ്പാടാണ്. 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചനയാത്ര നടത്തിയതാരാ? അതും VT ഭട്ടതിരിപ്പാടാണ്. 1968 സാമൂഹിക പരിഷ്കരണ ജാഥ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ് കേട്ടോ. അപ്പോൾ 1968 സാമൂഹിക പരിഷ്കരണ ജാഥ എവിടെ മുതൽ എവിടെ വരെയാണ്? കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ്. ഓക്കെ, അത് നടത്തിയതും ആരാ? അതും VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ് പിള്ളേരെ? മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കാനായിരുന്നു സാമൂഹിക പരിഷ്കരണ ജാഥ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വിധവാ വിവാഹവും അതുപോലെ ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹവും ഇതൊക്കെ ആരാണ് നേതൃത്വം കൊടുത്തത്? ഇതെല്ലാം VT ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം, 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചനയാത്ര, 1968 കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ സാമൂഹ്യ പരിഷ്കരണ ജാഥ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ മിശ്ര വിവാഹത്തിനും കേരളത്തിലെ ആദ്യത്തെ വിധവാ വിവാഹത്തിനും ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യത്തെ മിശ്ര വിഭാഗത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, അടുത്ത 40ാമത്തെ ചോദ്യം. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം. ഇവിടെ പറയടാ, ഏത് വർഷമാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത്? 1891 മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത്. ഓക്കെ, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് പ്രാതിനിധ്യം നൽകണം. എന്താണ് ആവശ്യം? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് പ്രാതിനിധ്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയ നിവേദനമാണ് ഏത്? മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. 1028 പേര് എന്ത് ചെയ്തു? മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചു. 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാളിനാണ് എന്ത് സമർപ്പിക്കുന്നത് കുട്ടികളെ? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. തിരുവിതാംകൂറുകാർക്ക് അതൊരു ലഘുലേഖയാണ്. നമ്മളെ ബാരിസ്റ്റർ GP പിള്ള എഴുതിയ ലഘുലേഖയാണ് തിരുവിതാംകൂറുകാർക്ക്. ഓക്കെ, അത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അതും ഏതാണ്? മലയാളി മെമ്മോറിയലാണ്. മനസ്സിലായ? പിന്നെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതും ഏതാണ്? അതും ഈ പറയുന്ന മലയാളി മെമ്മോറിയലാണ്. അപ്പോൾ പഠിച്ചു വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. നേതൃത്വം കൊടുത്തത് ആര്? ബാരിസ്റ്റർ GP പിള്ള. 1028 പേര് ഒപ്പുവെച്ചു. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് പ്രാതിനിധ്യം നൽകണമെന്നായിരുന്നു ആവശ്യം. ഓക്കെ, അടുത്ത 41ാം ചോദ്യം. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം. അദ്ദേഹം അന്തരിച്ചല്ലോ, ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം അന്തരിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ക്രിക്കറ്റ് താരമായ ആൻഡ്രൂ സൈമൺസ് വാഹനാപകടത്തിൽ അന്തരിച്ചു. ഇവർ രണ്ടുപേരും, ഷെയ്ൻ വോണും ആൻഡ്രൂ സൈമൺസും രണ്ടുപേരും ഏത് രാജ്യമാണ് കുട്ടികളെ?
ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരങ്ങളായിരുന്നു ഷെയ്ൻ ബോണും ആൻഡ്രൂ സൈമൺസും. ഓക്കെ, ഇത് നമുക്ക് ചോദ്യം ഇനിയും ചിലപ്പോൾ വരാം. ആൻഡ്രൂ സൈമൺസും ഷെയ്ൻ ബോണും ഒക്കെ. ഓക്കെ, അടുത്ത് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനമാണ് ടേബിൾ ടെന്നീസ്. ഏതാണ്? ടേബിൾ ടെന്നീസ്. അപ്പോൾ പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് കുട്ടികളെ? ടേബിൾ ടെന്നീസാണ്. നിങ്ങൾ നോക്കിയാൽ ടേബിളിൽ ഇങ്ങനെ ഈ ബോൾ ഇങ്ങനെ കുതിച്ച് പോകുന്ന സമയത്ത് പിങ് പോങ് സൗണ്ട് കേൾക്കത്തില്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ കിട്ടും. ടേബിൾ ടെന്നീസ് പിങ് പോങ് സൗണ്ട് കേൾക്കുമെന്ന് ഓർത്ത് വെച്ചാൽ കേട്ടാ. എങ്ങനെയല്ലേ കണക്ട് ചെയ്ത് വെക്കണേ, പഠിച്ചോണേ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയടാ. അടുത്ത ചോദ്യം ഏതാ? ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ആരാ? ധ്യാൻ ചന്ദ്. ഡൗട്ടൊന്നും വേണ്ട, ധ്യാൻ ചന്ദാണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമുക്കറിയാം ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനം ഏതാ? ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 നമ്മൾ ഇന്ത്യയിൽ എന്തൊരു ആചരിക്കുന്നു? ദേശീയ കായിക ദിനം. ഓക്കെ, അപ്പോൾ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ആചരിക്കുന്നു? ഇന്ത്യയിൽ കായിക ദിനമായി ആചരിക്കുന്നു. ഓക്കെ, അടുത്ത് ഈ ധ്യാൻ ചന്ദിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ധ്യാൻ ചന്ദിൻ്റെ ആത്മകഥയുടെ പേരാണ് ഗോള്. എന്താണ് കുട്ടികളെ? ഗോളാണ് ധ്യാൻ ചന്ദിൻ്റെ ആത്മകഥയുടെ പേര്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു കായിക താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് പുരസ്കാരമാണ്? ഖേൽരത്ന പുരസ്കാരം. ഏത് പുരസ്കാരമാണ്? ഖേൽരത്ന പുരസ്കാരമാണ് ഇന്ത്യയിൽ ഒരു കായിക താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. 25 ലക്ഷമാണ് സമ്മാനത്തുക. 25 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ഖേൽരത്ന പുരസ്കാരം ആരുടെ പേരിലാണ്? ആ ധ്യാൻ ചന്ദിൻ്റെ പേരിലാണ്. മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാണ് ആ പുരസ്കാരത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ പഠിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞു ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ്. എങ്കിൽ കേരളത്തിലെ സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. കേരളത്തിലെ സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. അത് ആരുടെ ജന്മദിനമാണ്? അത് കായിക കേരളത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന കേണൽ ഗോദവർമ്മ രാജയുടെ GV രാജയുടെ ജന്മദിനമാണ്. അത് ഒക്ടോബർ 13 GV രാജയുടെ ജന്മദിനം. ഓക്കെ, അടുത്ത് 44ാമത്തെ ചോദ്യം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പിള്ളേരെ? വയനാടാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓക്കെ, പഠിച്ചു വെച്ചോണം. കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകം, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം, കബനി നദിയുടെ പോഷക നദിയായ പനമരം നദി ഉത്ഭവിക്കുന്ന തടാകം, ഇതെല്ലാം ഏതാണ്? പൂക്കോട് തടാകമാണ്. അപ്പോൾ ഏറ്റവും ചെറിയ തടാകം, സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം, കബനി നദിയുടെ പോഷക നദിയായ പനമരം നദി ഉത്ഭവിക്കുന്ന തടാകം, ഇതെല്ലാം ഏതാണ്? അത് പൂക്കോട് തടാകമാണ്. ഓക്കെ, ശരി, അത് ഓർത്ത് വെച്ചോണം. ഈ പൂക്കോട് തടാകത്തിൻ്റെ ആകൃതി എന്തെന്നറിയോ? പൂക്കോട് തടാകത്തിൻ്റെ ആകൃതി ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയാണ്. അപ്പോൾ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയുള്ള തടാകമാണ് ഏത്? പൂക്കോട് തടാകം. എങ്കിൽ പറഞ്ഞേ, പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? കായൽ ഏതാണ്? അത് അഷ്ടമുടി കായലാണ്. ഏതാണ്? അഷ്ടമുടി കായലാണ് പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലുള്ളത്. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ളത് ഏതാണ്? മേപ്പാടി തടാകം. അത് വയനാട് ജില്ലയിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വയനാട് ജില്ലയിലെ മേപ്പാടി തടാകത്തിൻ്റെ ആകൃതി എന്താണ് കുട്ടികളെ? ഹൃദയമാണ്. ഓക്കെ, F ആകൃതിയിലുള്ള തടാകം ഏതാണ്? അത് ശാസ്താംകോട്ട. ഏതാണ്? ശാസ്താംകോട്ട. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം, പഠിച്ചോണേ. ഇന്ത്യൻ ഭൂപടം ഏതാണ്? ഇന്ത്യൻ ഭൂപടം പൂക്കോടാണ്. ഓക്കെ, പനയോല അല്ലെങ്കിൽ നീരാളി ഏതാണ്? അത് അഷ്ടമുടിയാണ്. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ളത് ഏതാണ്? അത് മേപ്പാടിയാണ്. F ആകൃതിയിലുള്ളത് ഏതാണ്? അത് ശാസ്താംകോട്ടയാണ്. മനസ്സിലായി? ഓക്കെ, അടുത്ത 45ാമത്തെ ചോദ്യം. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഓക്കെ ഏതാണ്? സൈലന്റ് വാലിയാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ് കുട്ടികളെ? സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാടാണ്. നമുക്കറിയാം. പാലക്കാട് ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ്. ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ്. അവിടുത്തെ സംരക്ഷിത മൃഗം ഏതാ? പാലക്കാട് സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗം സിംഹവാലൻ കുരങ്ങാണ്. മക്കാക്ക സിലൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സിംഹവാലൻ കുരങ്ങാണ് പാലക്കാടിലെ സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗം. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇതിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 1984 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുകയും 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. 84 ആര് പ്രഖ്യാപിച്ചു? ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. 85 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്?
കുന്തിപ്പുഴ എന്നതിനെ ഒഴുകുന്നത് കുന്തിപ്പുഴയാണ് ഒഴുകുന്നത്. ഈ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? തൂതപ്പുഴ. ഏതാണ്? തൂതപ്പുഴ. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ കേരളം, അതിലെ ചോദ്യമാണ്. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതം. ഏതാണ് കുട്ടികളെ? വട്ടെഴുത്ത് ലിഖിതം. ഏതാണ്? വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതത്തിലാണ്. ഓക്കെ. അടുത്ത കേരളത്തിലെ ആ ചാപ്റ്റർ നിങ്ങളൊന്ന് പഠിച്ചോണം കേട്ടോ. ഞാൻ ക്ലാസ് എടുത്ത് തരാം. നമ്മൾ കമ്പൈൻ സ്റ്റഡിയിൽ ആ ചാപ്റ്റർ വരും കേട്ടോ. ഇപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർ എടുത്ത് പഠിച്ചോണം കേട്ടോ. ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അടുത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റമാണ്. ഏതാണ്? മൂലമറ്റം. നമ്മൾ ജലവൈദ്യുത പദ്ധതികൾ നമ്മുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. LGS പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ. അത് നിങ്ങൾ നോക്കിയോണം കേട്ടോ. ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ഡി മൂലമറ്റമാണ്. ഇത് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അടുത്ത് 48-ാം ചോദ്യം, പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ്? പെരിയാറാണ്. ഏതാണ്? പെരിയാറാണ്. ഓക്കെ. അതുപോലെ തന്നെ പൂർണ്ണ കേട്ടോ. പൂർണ്ണ എന്ന് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ കേട്ടോ. ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ. ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പൂർണ്ണ എന്ന് പരാമർശിക്കപ്പെടുന്ന നദി അതും ഏതാണ്? പെരിയാറാണ്. ഓക്കെ. അപ്പം ചൂർണി എന്നറിയപ്പെടുന്നത് ഏതാണ്? പെരിയാറാണ്. ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പൂർണ്ണ എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? പെരിയാറാണ്. ഓക്കെ. തിണകളുടെ ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, കണ്ട് പഠിച്ചോണം കേട്ടോ. തിണകളെ കുറിച്ച് സെപ്പറേറ്റ് ഞാൻ SCRT ടോപ്പിക് എന്നും പറഞ്ഞുകൊണ്ട് SCRT ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കൊടുപ്പുണ്ട് ഈ ചാപ്റ്റർ. ഓക്കെ. ചോദ്യം ഏതാണ്? 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നെയ്തൽ ഏതാ? ഞാൻ അതിൽ കോഡൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ തീരപ്രദേശത്തുള്ള ആൾക്കാർ വല നെയ്താണ് മീൻ പിടിക്കുന്നതെന്ന്. തീരപ്രദേശത്തുള്ള അല്ലെങ്കിൽ കടൽ തീരത്തുള്ള ആൾക്കാർ വല നെയ്ത് മീൻ പിടിക്കും, അങ്ങനെ കണക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം നെയ്തൽ, കടൽ തീരം. നെയ്തൽ ഏതാണ്? കടൽ തീരമാണ് നെയ്തൽ. ഓക്കെ. അടുത്ത 50-ാമത്തെ ചോദ്യം കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ദിവസത്തിലെ അവസാനത്തെ ചോദ്യമാണ്, സംഘകാലഘട്ടങ്ങളിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതും ആ തിണകൾ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ ഉള്ളതാണ്. മനസ്സിലായി? സംഘകാലഘട്ടം, അതിൽ തിണകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ളതാണ്. SCRT ക്ലാസ് ഞാൻ SCRT ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കുക. ആ പ്ലേലിസ്റ്റ് നല്ല വൃത്തിയായിട്ട് ഞാൻ ഈ ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഓക്കെ. അപ്പോൾ സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലേ? ഉപ്പ് ഉമണർ. ആൻസർ ഉമണറാണ്. 50 ആൻസർ ഏതാണ് കുട്ടികളെ? ഉമണറാണ്. ഓക്കെ. അപ്പോൾ അതാണ് ഇന്നത്തെ 25 ചോദ്യങ്ങൾ. എനിക്കറിയാം കുറച്ച് ചോദ്യങ്ങൾ ഇത്തിരി പാടായിരുന്നു എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ കട്ട് ഓഫ് കുറച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക.